എടി കറുത്തമ്മേ, നേരം വെളുത്തോന്ന് നോക്ക് കറുത്തമ്മേ. വെളുത്തമ്മേ, നേരം വെളുത്തമ്മേ. എൻ്റെ ഈശ്വര, രക്ഷിക്കണേ എന്നെ മാത്രം. തുറയിലെങ്ങും ആരെയും കാണുന്നില്ലല്ലോ. അയ്യോ, അച്ഛനുമില്ല അമ്മയുമില്ല. അയ്യോ, ഞാനിന്ന് അർമാദിക്കും. ഡാഡി മമ്മി വീട്ടിലില്ല, കടപ്പോണ യാരുമില്ല, വിളയാട് പോമാവുള്ള വില്ലാടാ. ഈശ്വര, എന്റെ കൊച്ചുമുതലാളിയുടെ എൻട്രി മ്യൂസിക് ആണല്ലോ ആ കേൾക്കുന്നത്. കറുത്തമ്മേ, അതെല്ലാം പഴയ കഥ. ഇനി വരുന്നത് ഒരു പുതിയ പരീക്കുട്ടിയാണ്. യെസ്, പരീക്കുട്ടി ഈസ് റീലോഡഡ്. കൊച്ചുമുതലാളി പുതിയ രൂപത്തിലും ഭാവത്തിലുമാണെന്ന് പറഞ്ഞിട്ട് പഴയ മുഷിഞ്ഞ മുണ്ടും ഷർട്ടും തന്നെയാണല്ലോ ധരിച്ചിരിക്കുന്നത്. കറുത്തമ്മ, മ്യൂസിക് മാത്രമേ കാസറ്റ് കടയിൽ നിന്നും കിട്ടിയുള്ളൂ. മോഹൻലാൽ ഇട്ട പാൻറ് ഷർട്ടും ഒന്നും അവന്മാര് തന്നില്ല. ഇന്നാ ഇത് കടലമ്മയ്ക്ക് കൊടുക്ക്. കടലമ്മയ്ക്ക് കൊടുക്കാനോ? എന്ത്? അതല്ല, ഈ കടല നിന്റെ അമ്മയ്ക്ക് കൊടുക്കാൻ. മൊച്ചുമുതലാളി. അല്ല, കൊച്ചുമുതലാളി. കറുത്തമ്മ, നീ എന്നെ വിട്ടു പോയാൽ ഞാൻ ഈ കടാപ്പുറത്ത് കൂടെ പാടി പാടി ചങ്ക് പൊട്ടിച്ചാകും. അരുത് മുതലാളി, അരുത്. അതിനു മുമ്പ് നാട്ടുകാർ നിങ്ങളെ തല്ലിക്കൊന്നോളും. ഒരു വശത്ത് FM റേഡിയോക്കാരെ കൊണ്ടുള്ള ശല്യം, മറുവശത്ത് കൊച്ചു മുതലാളിയെ കൊണ്ടുള്ള ശല്യം. കറുത്തമ്മേ, എന്റെ കൊച്ചു മുതലാളി. ഈ വിളികാരണമാണ് ഞാൻ വണ്ണം വയ്ക്കാത്തത്. കൊച്ചു മുതലാളി, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു. എന്നെയാണോ? അല്ല, വലിയൊരു സുനാമി. കറുത്തമ്മേ, ആരുടെ സുനാമിയാടി നീ സ്വപ്നം കണ്ടത്? ഞാൻ ജീവിച്ചിരിക്കുമ്പോ ഒരു സുനാമിക്ക് നിന്നെ ഞാൻ വിട്ടുകൊടുക്കില്ല. കൊച്ചു മുതലാളിക്ക് എന്നോട് അത്രയ്ക്ക് ഇഷ്ടമാണോ? തീർച്ചയായും. അയ്യോ, കൊച്ചു മുതലാളിയുടെ കൈക്ക് ഇതെന്ത് പറ്റി? ഇന്നലെ മീൻ പിടിക്കാൻ പോയപ്പോ ഒരു നത്തോലി മീൻ എന്നെ ആക്രമിച്ചു. അതിനെ നത്തോലി മീൻ ആക്രമിക്കുമോ? കരുത്തമ്മ, ഒരൊറ്റമുണ്ട് മാത്രം ഉടുത്ത് കുളത്തിലിറങ്ങി നിന്ന് നോക്കണം. അപ്പോഴറിയാം നത്തോലി മീനിന്റെ ആക്രമണം. പക്ഷേ അവറ്റകൾക്ക് എന്നെ തോൽപ്പിക്കാനായില്ല. കാരണം പരീക്കുട്ടി ഈസ് റീലോഡഡ്. അവിടെ നിൽക്കൂ. വേണ്ട എങ്ങോട്ടാണ് ഓടുന്നത്? വേണ്ട കൊച്ചുമുതലാളി. ഞാനല്ലേ വിളിക്കുന്നത്? അയ്യോ, കറുത്തമ്മേ, ഇങ്ങ് അടുത്ത് വരൂ. വാ, വണ്ടിക്കാശ് മുതലാക്കട്ടെ. വേണ്ട കൊച്ചുമുതലാളി, വേണ്ട. കറുത്തമ്മ, അരുത് മുതലാളി, അരുത്. ആരെങ്കിലും വരുന്നതിനു മുമ്പ് എന്നെ ഒന്നും ചെയ്യാതെ പോകരുതേ. എടി കറുത്തമ്മേ. അയ്യോ അമ്മ. പേടിക്കണ്ട, പരീക്കുട്ടി ഈസ് റീലോഡഡ്. എങ്കിൽ ഞാൻ ചോദിച്ച കാര്യം എന്തായി? ഏത് കാര്യം? എന്റെ അച്ഛൻ ചെമ്പൻ കുഞ്ഞിന് ലാപ്ടോപ്പ് വാങ്ങാൻ കുറച്ച് പണം ചോദിച്ചിരുന്നില്ലേ? കടലിൽ പോകുന്ന നിന്റെ അച്ഛന് ലാപ്ടോപ്പ് എന്തിനാ? ഗൂഗിൾ എർത്തിൽ കയറി സെർച്ച് ചെയ്താൽ കടലിന്റെ ഏത് ഭാഗത്താണ് മീനുള്ളതെന്ന് കൃത്യമായി അറിയാം. യൂട്യൂബും ഇന്റർനെറ്റും എല്ലാം എടുത്തു കൊടുത്താൽ നിന്റെ അച്ഛൻ ചിലപ്പോൾ വഴിതെറ്റും. അത് ഞാൻ നോക്കിക്കൊള്ളാം. യൂട്യൂബോ? അല്ല, അച്ഛൻ വഴിതെറ്റാതെ നോക്കാമെന്ന്. കരുത്തമ്മേ, നിനക്കറിയാമോ, എനിക്കും ഒബാമയ്ക്കും സാമ്പത്തിക മാന്ദ്യമാണ്. എന്നിട്ടും ഒബാമയ്ക്ക് കുട്ടികളുണ്ടായല്ലോ. ഛേ, ഞാൻ ഉദ്ദേശിച്ചത് സാമ്പത്തിക മാന്ദ്യമാണ്. പണം ഞാൻ തരാം, പകരം എനിക്കെന്ത് തരും? എന്തും. കരുത്തമ്മ, ഇന്നാ എന്റെ ATM കാർഡ്. ഇതിന്റെ പിന്ന് വേണ്ട, എന്റെ ബ്ലൗസിൽ നിന്നും ഒരു പിന്ന് ഞാൻ എടുത്തോളാം. എങ്കിൽ ഞാൻ സഹായിക്കാം. എന്നെ വിട്ടു മുതലാളി, ഞാൻ പോട്ടെ. വീണ്ടും എന്നെ പറ്റിക്കാനുള്ള ശ്രമമാണല്ലേ? പണം കിട്ടിക്കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ, നിന്റെ സ്വഭാവം ആകെ മാറി. പക്ഷെ ഒന്നും മറക്കണ്ട, പരീക്കുട്ടി ഈസ് റീലോഡഡ്. നീ ഒരു കാലത്തും ഗുണം പിടിക്കില്ല. മുതലാളി, എന്നെ ശപിക്കരുത്. എൻ്റെ അച്ഛൻ മറ്റൊരാളുമായി എൻ്റെ വിവാഹം ഉറപ്പിച്ചിരിക്കുകയാണ്. സോറി ആസീസ് മുതലാളി, സോറി. സോറി മോളെ. ഇതൊന്നും കേട്ട് ഞാൻ ഞെട്ടില്ല. കാരണം പരീക്കുട്ടി ഈസ് റീലോഡഡ്. ആട്ടെ, എന്താണ് അവന്റെ പേര്? പഴനി. ഓഹോ, പഴനി. അവന്റെ ചേട്ടൻ മധുരയെയും തിരുപ്പതിയെയും ഞാൻ അറിയും. നിനക്കവനെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞുകൂടെ? പറയണമെന്നുണ്ടായിരുന്നു, പക്ഷേ അദ്ദേഹം എനിക്ക് ഒരുപാട് സ്നേഹവും അതിനേക്കാളേറെ പണവും തന്നു. പണവും സ്നേഹവും ഒക്കെ ഞാനും തന്നില്ലേ? നിങ്ങൾ എനിക്ക് അത് മാത്രമേ തന്നുള്ളൂ. പക്ഷേ
പഴനി എനിക്ക് മറ്റു പലതും തന്നു. എന്റെ വയറ്റിൽ നിന്റെ വയറ്റിൽ എന്റെ വയറ്റിൽ നിന്റെ വയറ്റിൽ എന്റെ വയറ്റിൽ ഒരു കുഞ്ഞു വളരുന്നുണ്ട് കൊച്ചു മുതലാളി. പെഴച്ചമ്മേ അല്ല കറുത്തമ്മേ, 21 വർഷങ്ങൾക്ക് ശേഷം റീലോഡഡായി തിരിച്ചു വന്നപ്പോൾ രണ്ടാമത് നീ എന്നെ പറ്റിച്ചു. എനിക്കിത് സഹിക്കാവുന്നതിലും അപ്പുറമാണ്. അയ്യോ, അങ്ങനെ പറയരുത് കൊച്ചു മുതലാളി. അങ്ങിപ്പോൾ പഴയ മനുഷ്യനല്ല, പരിയക്കുട്ടീസ് റീലോഡഡ്. അത് കയ്യിലിരിക്കട്ടെ. ഈ പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ ഈ സിനിമയുടെ പേര് മാറ്റി പുതിയൊരു പേരിട്ടു. എന്തു പേര്? കറുത്തമ്മീസ്. 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 കറുത്തമ്മീസ് ഫ്രീ ലോഡഡ്. എന്ത് പറഞ്ഞത് മനസ്സിലായില്ലേ? കറുത്തമ്മീസ് ഫ്രീ ലോഡഡ് എന്ന്. മിമിക്സ് പരേഡ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത് സിനിമാ താരങ്ങളുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും ഗായികമാരുടെയൊക്കെ ശബ്ദാനുകരണമാണ്. ഞങ്ങളും അതിന് മാറ്റം വരുത്തുന്നുണ്ട്. അതിനായി ക്ഷണിക്കുന്നു യൂണിവേഴ്സിറ്റി താരമായ സതീഷ് ഒളേരി, അതുപോലെ തന്നെ രസികരാജയുടെ ഏറെ ശ്രദ്ധേയനായ സുഭാഷ് കൊല്ലം ആൻഡ് അരുൺ തിരുവനന്തപുരം സ്വാഗതം ചെയ്യാം. ആദ്യം ശബ്ദം അനുകരിക്കുന്നത് സുഭാഷാണ്. സുഭാഷ് ആരെയാണ് അനുകരിക്കുന്നത്? ആദ്യമായിട്ട് ബഹദൂർ. ആദ്യമായി വേദിയിൽ അവതരിപ്പിക്കുന്നു നമ്മുടെ ആദ്യകാല കോമഡിയൻ ശ്രീ ബഹദൂർ. എൻ്റെ പൊന്നു സാറന്മാർ, എൻ്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യല്ലേ, അറിയാണ്ട് ചെയ്തു പോയതാണ് മാനെ. കോമാളി കരഞ്ഞ ജനം ചിരിക്കും. ബാവുമോനെ, എൻ്റെ നമ്പർ എപ്പോൾ വരും മോനെ? അടുത്തായിട്ട് സതീഷ് ഒളേരി. കൊച്ചു പ്രേമൻ. മലയാള സിനിമയിൽ ഹാസ്യത്തിന് പുതിയ രൂപവും ഭാവവും നൽകിയ ശ്രീ കൊച്ചു പ്രേമൻ. അയ്യാ, എനിക്ക് ഈ പ്രേതങ്ങളെ കണ്ട പേടിയാണ് കേട്ടോ. 1.5 ചക്രത്തിൻ്റെ കള്ളും പുറച്ചിയും കോഴിയും പേടിക്കുക എന്ന ജപ്തിലെന്ന് കരുതിയിടൂ. ഇട മതിരാശി പിടിക്കിടൂ, ഇട പെണ്ണിന് പിടിക്ക് തൊട്ട് തൊട്ടില്ല തൊട്ട്. അയ്യാ. താങ്ക് യു സതീഷ്. അടുത്തായിട്ട് അരുൺ. ഞാൻ ഒരു നടിയുടെ ശബ്ദമാണ് അവതരിപ്പിക്കുന്നത്. ഏത് നടിയാണ്? ബിന്ദു പണിക്കർ. ബിന്ദു പണിക്കർ. മലയാള സിനിമയിൽ കോമഡിക്ക് മറ്റൊരു വേഷം നൽകിയ ശ്രീ ബിന്ദു പണിക്കർ. എന്നോട് ഒത്തിരി ഇംഗ്ലീഷ് സ്നേഹം ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും ഇങ്ങനെ പറയോ? എടാ ദിലീപേ, പഠിക്കുന്ന കാലത്തും അതേടാ, ഞാനായിരുന്നു ക്ലാസ്സിൽ ഫസ്റ്റ്. പക്ഷെ PDC റിസൾട്ട് വന്നപ്പോൾ എന്തായി? ഞാൻ തോറ്റു. അതെങ്ങനെ? 24 മണിക്കൂറും പഠിപ്പ് പഠിപ്പ്. മേഘനാഥൻ. മേഘനാഥൻ. മലയാള സിനിമയിലെ അതുല്യനായ നടൻ ബാലൻ കെ നായരുടെ പുത്രൻ ശ്രീ മേഘനാഥൻ. അവന്റെ പോലീസുകൾ എത്ര നന്നല്ല, വെട്ടി തുണ്ടാക്കി പുല്ലിനും ചൊല്ലിനും മേലെ തിന്നാനായിട്ട് കൊടുക്കും. ഇത് പുലിമുറ്റി തലക്ഷ പറയുന്നേ. പൊക്കോ. താങ്ക് യു സുഭാഷ്. സതീഷ്. വിജയരാഘവൻ. മലയാള സിനിമയിൽ വില്ലൻ കഥാപാത്രങ്ങൾക്ക് പുതിയ രൂപവും ഭാവവും നൽകിയ ശ്രീ വിജയരാഘവൻ. ഒരു കല്യാണമൊക്കെ കഴിക്കണം കേട്ടോ. 3 നേരം കൊന്തെത്തിച്ച് പള്ളിമേടന് കാളേച്ചനാണെങ്കിലേ നിരക്കൊക്കെ തെറ്റി. മംഗലശ്ശേരി നീലകടന്ന പടുമരത്തെ കത്ത് തേപ്പിക്കും. നടേശ കൊല്ലണ്ട. താങ്ക് യു സതീഷ്. അരുൺ. അടുത്തത് ഒരു തമിഴ് നടിയാണ്. ആരാണ്? കോവൈ സരള. തമിഴ് സിനിമയിൽ കോമഡിക്ക് ഏറെ പ്രാധാന്യം നൽകിയ വേഷങ്ങൾ അവതരിപ്പിച്ച ശ്രീ കോവൈ സരള ശ്രീമതി. என்னது இது? டிவி எல்லாம் தனியா ஆஃப் ஆகுது. இந்த வீட்டுக்குள்ள பேய பிசாசம் தோஞ்சிருக்கீங்களா சார்? என் தம்பிக்கு ஒரு சட்டை கொடுங்க சார். ஸ்மியாகிதனை ஸ்மியாகிதனை ரகசிய ஸ்மியாகிதனை പിച്ച് പുടാ പിച്ച്. ആഹാ. എന്ത്? ഞാൻ മിമിക്രിയാ. എന്ത് മിമിക്രി? മുറ്റാണോ പറ്റാണോ ഞങ്ങൾ നോക്കാം. എന്ത് മിമിക്രിയാ? ട്രെയിൻ സൗണ്ട്. എടോ, ട്രെയിനിന്റെ ശബ്ദമൊക്കെ ഈ ഇരിക്കുന്ന കൊച്ചു പിള്ളേരൊക്കെ അവതരിപ്പിക്കും. ചേട്ടാ കേട്ടു അന്ന് കേട്ട് നോക്കട്ടെ. ഇതാണ് ട്രെയിൻ. വെറൈറ്റി ഉണ്ട്. എന്ത് വെറൈറ്റി? ഈ ട്രെയിൻ ഒരു ഗുഹയ്ക്കകത്ത് പോയാൽ എങ്ങനെ ഇരിക്കും? അത് കൊള്ളാം. ട്രെയിൻ ഗുഹയ്ക്കകത്തോടി പോണ ഒരു മിമിക്രിക്കാരെ അവതരിപ്പിച്ചില്ല. പ്രിയമുള്ളവരെ, ഒരു ട്രെയിൻ ഗുഹയ്ക്കകത്തോടി പോകുന്നു. ശ്രദ്ധിക്കുക. വേറെന്താ? കുതിര. കുതിരയൊക്കെ എല്ലാവരും അവതരിപ്പിക്കണം. ഒന്ന് എടുത്തു നോക്ക്, നോക്കട്ടെ. മതി മതി, പല്ലൊക്കെ ചാടിപ്പോ. ഇതാണ് കുതിര. വെറൈറ്റി ഉണ്ട്. എന്ത് വെറൈറ്റി? ഈ കുതിര ഒരു ഗുഹയ്ക്കകത്ത് പോയാൽ എങ്ങനെ ഇരിക്കും? അത് കൊള്ളാം. കുതിര ഗുഹയ്ക്കകത്തോടി പോണ ആരും അവതരിപ്പിച്ചില്ല. പ്രിയമുള്ളവരെ, ഒരു കുതിര ഗുഹയ്ക്കകത്തോടി പോകുന്നു. ശ്രദ്ധിക്കുക. ഇതാണ് ഗുഹയ്ക്കകത്തോടി പോണേ.
താൻ വല്ല നടന്മാരെ അവതരിപ്പിക്കും? ഒരു നടൻ. ഏത് നടൻ? സത്യമാഷ്. ഓക്കെ, മലയാള സിനിമയുടെ ആദ്യകാല സൂപ്പർ സ്റ്റാർ ശ്രീ സത്യൻ മാഷ്. അമ്മേ, എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് ഇന്നേക്ക് 8 വർഷം. അതേമേ 8 വർഷമായി. ഇത്രയും കാലമായിട്ടും എനിക്കൊരു കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാനൊരു തീർത്ഥാടനത്തിന് പോയിട്ട് തിരിച്ചു വരുമ്പോൾ മിറ്റം നിറയെ കുട്ടികൾ. ശാന്ത ചേരിയാണോ ചേട്ടാ? അല്ല, നല്ലവളാണ് അമ്മച്ചി, വളരെ വളരെ നല്ലവളാണ്. ഓക്കെ, നന്നായിട്ട്, അടിപൊളി അടിപൊളി അടിപൊളി. പുള്ളി സത്യമാഷിന് വെറൈറ്റി ഉണ്ട്. സത്യമാഷിന്റെ വെറൈറ്റി അല്ല, ഓടയിൽ അതുമല്ല. ചെമ്മീൻ. അത് ടോപ്പ്. അതിന് ടോപ്പ് ഏത്? സത്യമാഷിനെ ആ. ഒരു ഗുഹയ്ക്കകത്ത് വിടട്ടെ.